ഷാർജ അൽ നഹ്ദയിൽ 1.5 വയസ്സുകാരിയെ കഴുത്തുഞെരിച്ച് കൊന്ന ശേഷം കയറിൽ കെട്ടിത്തൂക്കിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭർത്താവുമായുള്ള സ്വരച്ചേർച്ചക്കുറവിനെ തുടർന്ന് കൊല്ലം കേരളാപുരം സ്വദേശി വിപഞ്ചിക മണിയൻ മകൾ വൈഭവിയെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയെന്നാണ് കരുതുന്നത്. അതേസമയം വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അധികൃതരും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഷാർജയിൽ വിപഞ്ചികയുടെ ഒപ്പം താമസിച്ചിരുന്ന ജോലിക്കാരിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തൊട്ടിൽ കയറിലാണ് ഇരുവരും ജീവൻ ഒടുക്കിയതെന്നാണ് മെയ്ഡിന്റെ മൊഴി. മലയാളിയായ മെയ്ഡ് പുറത്തുപോയ സമയത്താണ് മരണങ്ങൾ സംഭവിച്ചതെന്നാണ് മൊഴി. സംഭവത്തിൽ കോട്ടയം ഡിവൈഎസ്പി വിപഞ്ചികയുടെ അമ്മയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൈമാറി. പരാതിയിൽ വിശദമായ മൊഴി ഉടൻ സ്വീകരിക്കും. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിപഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിപഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വിപഞ്ചിക ബന്ധുവായ ഗുരുവായൂർ സ്വദേശിനിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പൊതി ഏൽപ്പിക്കാൻ സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നതായി വിവരം പുറത്തുവന്നു. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് ATM കാർഡുകൾ, നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ, 1000 ദിർഹം എന്നിവയും പൊതിയിലുണ്ടായിരുന്നു. താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും പൊതി ബന്ധുവിനെ 2 ദിവസം കഴിഞ്ഞ് ഏൽപ്പിക്കണമെന്നായിരുന്നു വിപഞ്ചിക ആവശ്യപ്പെട്ടിരുന്നത്. വിപഞ്ചികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി. താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നതുവരേക്കും സൂക്ഷിക്കാനാണ് കൈമാറുന്നതെന്നായിരുന്നു സുഹൃത്തിനോട് വിപഞ്ചിക പറഞ്ഞിരുന്നത്. നേരിട്ട് ബന്ധുവിന് കൈമാറിയാൽ നാട്ടിലേക്ക് പോകുന്നു എന്ന് കള്ളം പറയാനാകില്ല എന്നതായിരുന്നു ഇടയ്ക്ക് സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതെന്നതാണ് ബന്ധുസ്ത്രീ കരുതുന്നത്. വിപഞ്ചികയെ ഏറെ കാലമായി അറിയാം. അവൾക്ക് ഭർത്താവുമായുള്ള പ്രശ്നവും നന്നായിട്ട് അറിയാമായിരുന്നു. ഞങ്ങളിടയ്ക്ക് ഫോണിൽ കുറേ നേരം സംസാരിക്കും, പലപ്പോഴും നേരിട്ടും. നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു, മകളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് വിവരിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിലും നല്ലത് വിവാഹമോചനം നേടുന്നതല്ലേ എന്ന് ഉപദേശിക്കുമായിരുന്നു. മകൾക്ക് 2.5 വയസ്സെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് തയ്യാറാണെന്നായിരുന്നു മറുപടി. ഇക്കാര്യങ്ങളെല്ലാം നിതീഷുമായി സംസാരിച്ചപ്പോഴൊക്കെ ഗൗരവമായ പ്രശ്നമൊന്നുമില്ലെന്നും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നായിരുന്നു പ്രതികരണം. എന്നാൽ ഇക്കാര്യം വിപഞ്ചിക നിഷേധിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലെങ്കിലും നിതീഷിന് തന്നോടും മകളോടുമുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകട്ടെ എന്ന് വിപഞ്ചിക കരുതി കാണുമെന്നും ഒരിക്കലും ആ കടുംകൈ ചെയ്യുമെന്ന് വിശ്വസിച്ചില്ല എന്നും ബന്ധുവായ സ്ത്രീ പറഞ്ഞു. വിവാഹമോചന വിഷയത്തിൽ ഉറച്ചു നൽകുകയാണെന്നും എത്രയും പെട്ടെന്ന് വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്തിടെ നിതീഷ് തന്നെയും ഭർത്താവിനെയും ഫോൺ വിളിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ക്രൂരമായ പീഡനങ്ങളായിരുന്നു വിപഞ്ചിക ഭർത്തൃ വീട്ടുകാരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഭർത്താവിന്റെ സഹോദരിയെയും അച്ഛനെയും എല്ലാം തന്നെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വിപഞ്ചിക ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത്. ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു.